ഹലോ ഹായ്, ഞാൻ ഉനൈസ് പൂനൂർ. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ മെഡിക്കലിൽ ഒരുപാട് ഫ്രോഡ് സ്കാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഈ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഒന്ന് രണ്ട് സ്ത്രീകൾ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു നമുക്ക് കുറേ പൈസ പോയി മെഡിക്കൽ എടുത്തിട്ട്, അപ്പോൾ അത് തിരിച്ചു വാങ്ങിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മെഡിക്കൽ ഭയങ്കര ടാസ്ക് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് വിസ തരുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ മെഡിക്കൽ ഭയങ്കര പ്രയാസമുള്ള സംഭവമാണ്, ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് വിസക്ക് അവർ 2, 3, 4 ലക്ഷം, കഴിഞ്ഞ ദിവസം വിളിച്ച സ്ത്രീ പറഞ്ഞാൽ 3 ലക്ഷം രൂപ പോയി, പൈസ അവർ തിരിച്ചു തരില്ല എന്ന് പറയുന്നത്. അതിന് മുമ്പ് 2 ലക്ഷത്തിൻ്റെ ഒരു കണക്ക് ഒരാൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിസക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് ഇവരോട് ഒന്നെങ്കിൽ മെഡിക്കൽ അൺഫിറ്റായാൽ വിസ പൈസ തിരിച്ചു തരണം എന്നുള്ള എഗ്രിമെൻറ്റിൽ വേണം നിങ്ങൾ പൈസ കൊടുക്കാൻ, അല്ലെങ്കിൽ മെഡിക്കൽ ഫിറ്റായാൽ മാത്രമേ പൈസ തരുള്ളൂ എന്ന് പറയണം. കാരണം ഈ മെഡിക്കൽ എടുക്കാൻ നിങ്ങളോട് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ തരുന്ന ആളുകൾക്ക് അറിയാം ഇപ്പോൾ മെഡിക്കൽ കിട്ടാൻ വലിയ പ്രയാസമാണെന്നുള്ളത്. അപ്പോൾ ആദ്യം അവർ നിങ്ങളോട് പറയില്ല നിങ്ങൾ തരുന്ന പൈസ തിരിച്ചു തരില്ല എന്ന്. ലക്ഷങ്ങൾ 3-4 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് മെഡിക്കൽ അൺഫിറ്റ് ആയാൽ അവർ നിങ്ങളോട് പറയും ഞങ്ങൾക്ക് വിസക്ക് അത്ര ചിലവായിട്ടുണ്ട്, ഇത്ര ചിലവായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആ പൈസ തിരിച്ചു തരാൻ പറ്റില്ല. ആദ്യം അവരത് പറയില്ല, പക്ഷെ എന്നാലും അവർക്കറിയാം മെഡിക്കലിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും മെഡിക്കൽ അൺഫിറ്റ് ആവാനുള്ള സാധ്യത 90% ഉണ്ട് എന്നുള്ളതൊക്കെ അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പൈസ വാങ്ങിയ ആളുകൾ നിങ്ങളോട് ആദ്യം പൈസ തിരിച്ചു തരില്ല എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയില്ല, നിങ്ങളത് ചോദിക്കുകയില്ല പലരും. അപ്പോൾ അതുകൊണ്ട് പൈസ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വിസക്ക് പൈസ കൊടുക്കുന്ന ആളുകൾ ഒന്നെങ്കിൽ മെഡിക്കൽ ഫിറ്റായതിന് ശേഷം മാത്രമേ പൈസ തരുള്ളൂ എന്ന് പറയാം. മെഡിക്കലിൽ എടുക്കാൻ എന്തെങ്കിലും ചിലവോ അല്ലെങ്കിൽ വിസ ഇഷ്യൂ ചെയ്യാൻ ഉള്ള ചിലവുകളോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. വിസ ഇഷ്യൂ ചെയ്യാൻ 2 ലക്ഷം 3 ലക്ഷത്തിനൊന്നും ആവശ്യമില്ലല്ലോ. ഓരോരോ രാജ്യത്തേക്ക് പല രീതിയിലുള്ള ചാർജുകളാണ്. ഒമാന് എനിക്ക് തോന്നുന്നു 10,250 റിയാൽ, സൗദി 2,500, 2,500 റിയാലിൻ്റെ അടുത്ത്. അങ്ങനെ ഓരോരോ രാജ്യങ്ങളും ഓരോരോ വിസക്ക് വരുന്ന ചിലവുകൾ അത്രയൊക്കെയാണ്. അല്ലാതെ ഈ 3-4 ലക്ഷം രൂപേൻ്റെ ആവശ്യമില്ല. അതൊക്കെ ഓരോരോ ഏജൻറ്റുമാരും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ തരുന്ന ആളുകളും നിങ്ങളടുത്ത് നിന്ന് വാങ്ങിക്കുന്ന പൈസകളാണ്. അത് അഡ്വാൻസ് ആയി നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞിട്ട് പൈസ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പരാതിപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇരുന്ന് കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ മെഡിക്കൽ ആദ്യം മനസ്സിലാക്കുക, മെഡിക്കൽ ഇപ്പോൾ ഭയങ്കര ടഫാണ്, ഭയങ്കര ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ് മെഡിക്കൽ. 10 ആൾ പോയാൽ ഒരു 8 ആളും പരാജയപ്പെടുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പൈസ ഈ വിസക്ക് പറയുന്ന പൈസ അഡ്വാൻസ് ആയി കൊടുക്കാതിരിക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ പൈസ പോയി എന്ന് തന്നെ വിചാരിച്ചാൽ മതി. കാരണം ആരും പൈസ തിരിച്ചു തരില്ല. അങ്ങനെ കുറേ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൈസ കൊടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർക്ക് നല്ലതുപോലെ അറിയാം, ആർക്ക് നിങ്ങൾക്ക് വിസ തരുന്ന ഏജൻറ്റുമാർക്ക്, വിസ തരുന്ന ആളുകൾക്കും ഒക്കെ നന്നായിട്ട് അറിയാം ഈ മെഡിക്കലിലെ പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആദ്യം അവർ പൈസ വാങ്ങി വെച്ചിട്ട് പിന്നെ അവർക്ക് ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അവർ ആദ്യം നിങ്ങളോട് പറയുകയില്ല മെഡിക്കൽ അൺഫിറ്റ് ആയാലും ഞങ്ങൾ പൈസ തരില്ല എന്നൊന്നും ആദ്യം പറയുകയില്ല. നിങ്ങൾ വിചാരിക്കുക തിരിച്ച് കിട്ടുമായിരിക്കുന്നു. പിന്നെ പൊട്ടുന്ന കാര്യം, മെഡിക്കൽ അൺഫിറ്റ് ആകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും നമ്മൾ ആരും ചിന്തിക്കുന്നില്ലല്ലോ. എപ്പോഴും ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മെഡിക്കലായാലും എന്തിനായാലും നമ്മൾ പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതും സ്ത്രീകളുടെ കയ്യിൽ നിന്നൊക്കെയാണ് ഈ പൈസ തട്ടിപ്പറിച്ചെടുത്തിട്ട് ഓരോരുത്തർ കൊടുക്കൂല എന്നൊക്കെ പറയുന്നത്. പലരും പിന്നെ പലിശക്ക് എടുത്തിട്ടും പണയം വെച്ചിട്ടും ഒക്കെ ചെയ്യുന്ന പരിപാടികളാണ്. വിസക്ക് പൈസ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതൊക്കെ അങ്ങനെയാണ്, എങ്ങനെയെങ്കിലും കയറി പോയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൈസ കൊടുക്കുന്ന ആളുകൾ മുന്നും പിന്നും നോക്കാതെ പൈസ കൊടുക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീകൾ പ്രത്യേകിച്ച് നിങ്ങൾ അറിവുള്ള ആളുകളോട് വിസനെ കുറിച്ച് ചോദിച്ചു നോക്കുക, വിസ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക, പിന്നെ ജോലിയും സാലറിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുക. പൈസേൻ്റെ കാര്യം, പൈസ കൊടുത്താൽ കിട്ടുമോ എന്നുള്ളതും മെഡിക്കൽ അൺഫിറ്റ് പൈസ കിട്ടുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ആദ്യം അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്നതിന് ശേഷം മാത്രമേ പൈസ കൊടുക്കാവുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ പൈസ കൊടുക്കരുത്. പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. ലാസ്റ്റ് 3 ലക്ഷം പോയി എന്ന് പറഞ്ഞാൽ ചേച്ചി വിളിച്ചിട്ട് ഞാൻ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗ്ഗമില്ല, എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ പൈസ തരാനെന്നൊക്കെ ചോദിച്ചിട്ടാണ് വിളിച്ചത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും ചെയ്യാൻ കഴിയില്ല. അവരൊക്കെ എവിടെയോ ഇരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിസ അയച്ചു തരുന്നു, അവർ പറയുന്ന പൈസ നിങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, അല്ലെ പറയുന്ന ആളുകളെ ഏൽപ്പിക്കുന്നു, എന്നിട്ട് ആ പൈസ ഇതിലോ പോകുന്നത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മെഡിക്കൽ ഫിറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിസക്ക് പൈസ ഉണ്ടെങ്കിൽ ആ പൈസ തരുള്ളൂ എന്ന് എല്ലാവരോടും പറയാം.
മനസ്സിലായില്ലേ? വിസക്കുള്ള പൈസ എന്ന് പറഞ്ഞാൽ വിസ പ്രോസസ്സിനൊരു പൈസ ഉണ്ടാവും. ആ പൈസ അഡ്വാൻസ് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തോളി. അത് പോയാൽ നഷ്ടം സഹിക്കാൻ നിങ്ങൾ തയ്യാറാവുകയും വേണം. അല്ലാത്ത പക്ഷം അവർ വിസക്ക് ചോദിക്കുന്ന ചാർജ് ഉണ്ടല്ലോ, അതായത് അവരെ കമ്മീഷനൊക്കെ കൂട്ടിയിട്ടുള്ള ചാർജുകൾ 2-3 ലക്ഷം രൂപ ഒക്കെ, ആ പൈസ നിങ്ങൾ ഒരു കാരണവശാലും അഡ്വാൻസ് ആയിട്ട് കൊടുക്കരുത്. അത് ഏത് കൊമ്പത്തെ വിസ ആണെങ്കിലും. മനസ്സിലായില്ലേ? നിങ്ങളോട് ഈ UK അത്തരം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനൊക്കെ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ UK അങ്ങനെ പോകുന്ന കുറേ വിസകളൊക്കെ അത്തരത്തിൽ അഡ്വാൻസ് ആയിട്ട് ലക്ഷങ്ങൾ 15 ലക്ഷം ഒക്കെ വാങ്ങിച്ചിട്ട് 10 ലക്ഷമൊക്കെ വാങ്ങിച്ച് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഏജൻസിൻ്റെ ക്രെഡിബിലിറ്റിയും അതിൻ്റെ വിശ്വാസ്യതയൊക്കെ പരിശോധിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഞാൻ GCCൻ്റെതാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? GCC രാജ്യങ്ങളുടേത് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കഴിഞ്ഞ ദിവസവും 17 പേര് UK പോകാൻ വേണ്ടിയിട്ട് 17 ലക്ഷം രൂപ, 20 പേര് 17 ലക്ഷം രൂപ, 20 പേര് 17 ലക്ഷം രൂപ കൊടുത്തിട്ട് പിന്നെ പറ്റിച്ച് പോയിട്ട് ഉള്ളൊരു പ്രശ്നം കഴിഞ്ഞ ദിവസം നമ്മൾ വിളിച്ചിരുന്നു. അപ്പോൾ ഒരിപ്പോൾ കുവൈത്തിലേക്ക് വിസ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ മെഡിക്കൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ ആ സമയത്ത് പിന്നെ അവർ പറഞ്ഞ കാര്യം 17 ലക്ഷം രൂപ പോയി ഓരോരുത്തർക്ക് 20 ആൾക്ക് വെച്ച്. ആൾ പിടിച്ചു, ആൾ ജയിലിലാണ്. പക്ഷേ ഇവർ പൈസ കിട്ടുമോ കിട്ടൂല എന്നൊന്നും ഇവർക്ക് അറിയില്ല. ഏകദേശം ഇത് പോയതുപോലെയാണ്. ഇല്ലാത്ത ആളെ കയ്യിൽ നിന്ന് കിട്ടില്ല. കിട്ടിയത് വെറും ഒരു കണ്ണിനെ മാത്രമാണ്. ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ ആരെയും കിട്ടിയിട്ടില്ല. ഇവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഒക്കെ ഒരു ഇടനിലക്കാരുണ്ടാവില്ല, മീഡിയേറ്റർ, അവരെ മാത്രമാണ് കിട്ടിയത്. അപ്പോൾ വിസൻ്റെ കാര്യങ്ങൾക്കൊക്കെ പൈസ കൊടുക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാമെന്ന് ഉള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, മെഡിക്കൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഫിറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൈസ തരുള്ളൂ എന്ന് പറയാം. GCCൻ്റെതാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. GCCൻ്റെ മറ്റേ നിങ്ങൾ വിശ്വാസ്യതയും ക്രെഡിബിലിറ്റിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.